വേനൽക്കാലത്ത് മുടിയിലുണ്ടാകുന്ന ചൊറിച്ചിലും താരനൊക്കെ മാറി പെട്ടെന്ന് മുടിയുടെ വളർച്ച കൂട്ടാനുള്ള ഒരു അടിപൊളി ടിപ്സാണ് കേട്ടോ ഇത്. ഇതിനായിട്ട് ഞാനിവിടെ കറ്റാർവാഴ എടുത്തിട്ടുണ്ട്. പനിക്കൂർക്കയും കൂടെയാണ് എടുക്കുന്നത് കേട്ടോ. പനിക്കൂർക്ക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുടിയിൽ നല്ലൊരു കറുപ്പ് കളറും കിട്ടും, ജലദോഷം ഇല്ലാതിരിക്കാനും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഞാനിവിടെ തലേ ദിവസം നമ്മൾ ചോറ് ഊറ്റിക്കഴിഞ്ഞാൽ ബാക്കി വരുന്ന കഞ്ഞിവെള്ളം ഉണ്ടല്ലോ, അത് ഒഴിച്ച് വെച്ചതാണ് കേട്ടോ. അത് ഞാനൊരു പാത്രത്തിലേക്ക് ഇതുപോലെ ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ കട്ടിയായി വരും. ഇത് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് കേട്ടോ കഞ്ഞിവെള്ളത്തിന്. ഇത് ഞാൻ ഫേസ് പാക്കിനാണേലും മുടിയിൽ തേക്കാനൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ എടുക്കുന്നതാണ്. അപ്പോൾ ഈ കഞ്ഞിവെള്ളം ഇതുപോലെ കട്ടിയായ പുളിച്ച കഞ്ഞിവെള്ളം വെച്ചിട്ട് നമ്മൾ തലയിൽ തേച്ച് കഴിഞ്ഞാൽ മുടി നല്ല ഷൈനി ആയിരിക്കും. കണ്ടീഷണറൊക്കെ ഉപയോഗിക്കുന്ന പോലത്തെ ഒരു ഫീലാണ് കേട്ടോ. അപ്പോൾ അത്രയും ഔഷധ ഗുണമുള്ളൊരു സാധനമാണ് കഞ്ഞിവെള്ളം. അപ്പോൾ ഇതുപോലെയാണ് കട്ടിയിലാണ് ഇരിക്കുന്നത്. ഇത്ര കട്ടി വേണമെന്നൊന്നുമില്ല, കട്ടി ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. ഇനി നമ്മൾക്കിത് ഈ അലോവേര ഉണ്ടല്ലോ, അലോവേര നമുക്കിതിനെ പൾപ്പ് എടുക്കണം. അപ്പോൾ ഇത് പല വീഡിയോയിലും ഞാൻ കാണിക്കാറുണ്ട്. അത്യാവശ്യം വീട്ടിലാണെങ്കിലും ഇവിടെ ആണെങ്കിലൊക്കെ അലോവേര ഉണ്ട് കേട്ടോ. എല്ലാത്തിനും അലോവേര എടുക്കാറുണ്ട്, പ്രത്യേകിച്ച് ടാനൊക്കെ ആയിക്കഴിഞ്ഞാൽ. അപ്പോൾ ഇത് അലോവേര മുറിച്ചതിന് ശേഷം കുറച്ച് നേരം നമ്മളിങ്ങനെ വെക്കണം. അതിന്നൊരു പോയിസൺ പോലെ ഒരു മഞ്ഞ കളറിൽ പോകാനുണ്ട് കേട്ടോ മുറിച്ചെടുത്ത ഭാഗത്ത്. അതൊക്കെ മാറിയതിന് ശേഷം കഴുകിയെടുക്കണേ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ നമുക്ക് നല്ല ചൊറിച്ചിൽ വരും. ഇത് ഈ വേനൽക്കാലമായതുകൊണ്ട് തന്നെ നല്ല ചൂടാണ്. അപ്പോൾ ഈ വിയർപ്പിറങ്ങിയിട്ട് മുടിക്കുണ്ടാവുന്ന ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്കും ഇത് നല്ലൊരു ഔഷധമാണ് കേട്ടോ. നമുക്ക് 1 രൂപ പോലും ചിലവില്ലാതെ ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കിയെടുക്കാം. എപ്പോഴൊന്നും നമ്മൾ എണ്ണ തേച്ച് കുളിക്കാറില്ലല്ലോ. അപ്പോൾ ഒരു ദിവസം എണ്ണ തേച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഓൾട്ടർനേറ്റ് ഡേയ്സിലൊക്കെ നമ്മളിതുപോലെ ഉണ്ടാക്കി വെച്ചാൽ മതി. അലോവേരയും പനിക്കൂർക്കയിലൊക്കെ നമുക്ക് നമ്മുടെ മുറ്റത്തെല്ലാം ഉണ്ടാവും. പിന്നെ കഞ്ഞിവെള്ളമൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ എപ്പോഴും കാണുന്നതാണ്. അപ്പോൾ ഇത് ഞാനും മക്കളും എല്ലാവരും തേക്കാറുണ്ട് കേട്ടോ. അപ്പോൾ പ്രായഭേദമന്യേ ഞാനിത് തേച്ച് നോക്കിയിട്ടുണ്ട്, ഇതുവരെ പ്രശ്നങ്ങളൊന്നുമില്ല. ജലദോഷം രാസനാദിപ്പൊടി ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതാ ഇത്രയും എടുത്തിട്ടുണ്ട് ഇതിൻ്റെ പൾപ്പൊക്കെ. ഇനി ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇത് ഇനി ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കണം. ഇത് ശരിക്കും ഒരു സ്മൂത്തി ഫോമിൽ നമുക്ക് കിട്ടണം. അതുമല്ല, മുടിയിലൊക്കെ തേച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ സിൽക്കി ആയിരിക്കാൻ വേണ്ടി ഒരു ഇൻഗ്രീഡിയൻസും കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കണം. ഞാനിത് പനിക്കൂർക്കയിലയും കൂടെ ചേർത്ത് കൊടുത്തു. അപ്പോൾ ഇത്ര വേണമെന്നൊന്നുമില്ല കേട്ടോ. പനിക്കൂർക്കയില പ്രധാനമായിട്ട് ചേർക്കുന്നത് ജലദോഷമൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നല്ല തണുപ്പാണ് കേട്ടോ തലയ്ക്ക്. ഇത്രയും ചൂടായിട്ട് പോലും ഇതുവരെ ഇനി താരൻ്റെ വിയർപ്പ് കൊണ്ടുണ്ടാവുന്ന ശല്യമൊന്നും ഇതുവരെ വന്നിട്ടില്ല. മോൾക്ക് വന്നിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഈ ഒരു റെമഡി ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ സ്കൂളിലൊക്കെ പോകുന്നതുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം വരുന്നത്, നന്നായിട്ട് വിയർക്കുന്നുണ്ട്. അപ്പോൾ ഈ കഞ്ഞിവെള്ളം നന്നായിട്ട് ഇതുപോലെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് വെള്ളം ചേർക്കാതെ അരച്ചെടുക്കുമ്പോൾ ഈ ഒരു കളറിലാണ് ഇരിക്കുക. മുടിയുടെ വലിപ്പത്തിനനുസരിച്ച് കഞ്ഞിവെള്ളത്തിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഞാനിവിടെ ഏതാണ്ട് ഒരു 1.5 ഗ്ലാസ്സാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. ഇത് തുണിയിലിട്ടിട്ട് അരിച്ചെടുക്കുന്നതാണ് കുറച്ചും കൂടി ബെറ്റർ കേട്ടോ. നന്നായിട്ട് അരഞ്ഞ് വന്നതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ ഞാൻ അരച്ചെടുക്കുന്നത്. അപ്പോൾ സ്പൂണ് വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് അരിച്ചെടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ചെറിയ ചെറിയ പൊടികളൊക്കെ അടിയിൽ വീഴും. കഴിയുന്നതും ഇങ്ങനെ പ്രസ് ചെയ്യാതെ വേണം, ഇതുപോലെ ഒന്നിങ്ങനെ ചുറ്റിച്ച് കൊടുത്താൽ മാത്രം മതിയാവും. അപ്പോൾ ഈ ഒരു രീതിയിൽ മുഴുവനായിട്ടും അരിച്ചെടുക്കണം കേട്ടോ. ഇത് ഫ്രിഡ്ജിലൊന്നും വെക്കരുത്. ഇത് നമ്മൾ തലയിലിട്ട് ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞ് നമ്മളിത് വാഷ് ചെയ്ത് കളയാനുള്ളതാണ്. അപ്പോൾ ഇതിങ്ങനെ തേച്ചാൽ തന്നെ നല്ല തണുപ്പ്, നല്ല സുഖമാണ് കേട്ടോ അത് തേച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഇതിപ്പോൾ ഇത്രയും കിട്ടിയിട്ടുണ്ട് ഉണ്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ച പോലത്തെ അത്ര ഒരു തിക്നെസ് ഇതിനില്ല. അത് നമ്മളിങ്ങനെ അരച്ചതുകൊണ്ടാണ് കേട്ടോ. ഇതിൽ എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ഇനി നമ്മളിതിലേക്ക് ഒരു സാധനം കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ 2 വീഡിയോയ്ക്ക് മുന്നേ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു എണ്ണ കാച്ചിയെടുക്കുന്നത് കേട്ടോ, നല്ല കറുത്ത എണ്ണ. അപ്പോൾ ഇത് മിക്സൊക്കെ കലക്കി വെച്ചതിന് ശേഷം നമ്മൾ ഇതുപോലെ ഉണ്ടാക്കിയെടുത്താൽ ഇതൊരു 1/2 സ്പൂൺ ഇതിൽ ചേർത്ത് കൊടുക്കണം. ഇതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ തലയിൽ തേക്കാവൂ, ഇല്ലെങ്കിൽ ഭയങ്കര ഡ്രൈ ആയി പോകും കേട്ടോ. അപ്പോൾ ഈ എണ്ണ വേണമെന്നൊന്നുമില്ല. വെളിച്ചെണ്ണ ആണെങ്കിൽ 1/2 സ്പൂൺ മതി, ബദാം ഓയിലാണെങ്കിൽ 1/2 സ്പൂൺ, ഏത് ഓയിലാണെങ്കിലും 1/2 സ്പൂൺ മതിയാവും. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഇത് തേച്ച് കഴിഞ്ഞാൽ അതിശയിച്ച് പോകും കേട്ടോ. മുടിയിൽ ഒത്തിരി പൈസയൊക്കെ കൊടുത്തിട്ട് നമ്മളിങ്ങനെ സിൽക്കി ആക്കി വയ്ക്കുകയൊക്കെ ചെയ്യില്ലേ, അങ്ങനത്തെ ഒരു എഫക്റ്റാണ് കേട്ടോ കിട്ടുക. അപ്പോൾ ഞാനിത് എൻ്റെ മോളുടെ മുടിയിൽ നല്ല ചൂടായതുകൊണ്ട് സ്കൂളിൽ മുടി മെടഞ്ഞിട്ട് പോകുന്നതുകൊണ്ട് തന്നെ താരൻ്റെ ശല്യം, നല്ല വിയർപ്പിറങ്ങിയിട്ട് ഭയങ്കര ജലദോഷവും അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. മുടിയൊക്കെ കണ്ടില്ലേ ഭയങ്കര
ടഫായിട്ടാണ് ഇരിക്കുന്നത്. 2 ദിവസം കൂടുമ്പോൾ മാത്രമാണ് കേട്ടോ ജസ്റ്റ് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യാറുള്ളൂ. ആഴ്ചയിലൊരിക്കൽ എണ്ണ തേച്ച് കുളിക്കുകയുള്ളൂ. നന്നായിട്ട് മസാജ് ചെയ്തിട്ട് കുളിക്കുകയുള്ളൂ. അതിൻ്റെ ഇടയിൽ ഓൾട്ടർനേറ്റ് ഡേയ്സിൽ ചെയ്യുന്നതാണ് ഇതൊക്കെ. ഞാൻ ഇതുപോലത്തെ വീഡിയോസൊക്കെ ഒത്തിരി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് വലിയ ചിലവൊന്നും ഇല്ലാതെ തന്നെ വീട്ടിൽ ഈ ഒരു ഇത്രയും ചൂടത്ത് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, പ്രത്യേകിച്ച് കുട്ടികൾക്ക്. അപ്പോൾ അതാ മുടിയൊക്കെ ഇങ്ങനെ നല്ല റഫായിട്ടാണ് ഇരിക്കുന്നത്. ഇനി മുടിയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം കേട്ടോ. മുടി ഒന്ന് ചീകിയതിന് ശേഷം തേച്ച് പിടിപ്പിക്കണം. അപ്പോൾ ഇതുപോലെ തന്നെ കൈ കൊണ്ട് കുറേശ്ശെ എടുത്ത് നന്നായിട്ട് സ്കാപ്പിലൊക്കെ തട്ടുന്ന രീതിയിൽ തന്നെ ഇതിനെ തേച്ച് പിടിപ്പിക്കണം കേട്ടോ. ഒത്തിരി ലൂസായിട്ടുമല്ല ഒത്തിരി ടൈറ്റായിട്ടുമല്ല, ആ ഒരു രീതിയിലാണ്. നമ്മൾ താളിയൊക്കെ ഉണ്ടാക്കില്ലേ അതുപോലെയാണ് ഇരിക്കുന്നത്, ആ ഒരു ഫോമിൽ കേട്ടോ. പുളിച്ച കഞ്ഞിവെള്ളം കൊണ്ട് കഴുകിയാൽ പോലും നല്ല സുഖമാണ് കേട്ടോ. തലയ്ക്കൊക്കെ നല്ല ഈ ചൊറിച്ചിലൊക്കെ മാറും. അപ്പോൾ ഞാനിവിടെ കുറേശ്ശെ എടുത്ത് ഇങ്ങനെ സ്കാപ്പിലൊക്കെ നന്നായിട്ട് തേച്ച് കൊടുത്ത് മസാജ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാറ് കേട്ടോ. ഇതുപോലെ ചെയ്തെടുത്താൽ മതി. ഞാനും ഇങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഒരുപാട് എണ്ണയുടെ ആവശ്യമൊന്നുമില്ല. ഈ ഒരു ചൂട് സമയത്തൊക്കെ കൂടുതൽ എണ്ണ തലയിൽ തേക്കുമ്പോൾ നമ്മൾക്കൊരു നെഗറ്റീവ് എഫക്റ്റാണ് വരിക കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി. ഒരുപാട് നമ്മുടെ തലയിൽ നല്ല റഫായിട്ടിരിക്കുകയില്ല, നല്ല സോഫ്റ്റായിട്ടിരിക്കുകയും ചെയ്യും മുടി. നമുക്ക് ഇതൊന്നും സ്ട്രെയിറ്റ്നർ ഒന്നും വേണ്ടാതെ തന്നെ കുട്ടികൾക്ക് നല്ല നാച്ചുറലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ നല്ലതാണ്. അപ്പോൾ ഇത് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്ത് ഇതുപോലെ കെട്ടിവെച്ച് ഒരു 10 മിനിറ്റിന് ശേഷം വാഷ് ചെയ്ത് കളയുകയാണ് ചെയ്യുക കേട്ടോ. ഷാമ്പു ഒന്നും ചെയ്യേണ്ട, ഇങ്ങനെ തന്നെ കഴുകി കളഞ്ഞാൽ മതി. അപ്പോൾ ഇനി ഒരു 10 മിനിറ്റിന് ശേഷം ഇത് നന്നായിട്ട് വാഷ് ചെയ്ത് ഒന്ന് ഉണങ്ങിയ ശേഷം ഞാൻ കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണ് ഇരിക്കുന്നത് എന്നുള്ളത്. ഒട്ടും തന്നെ ഡാൻഡ്രഫ് ഒന്നും ഉണ്ടാവില്ല. വിയർത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കൈ കൊണ്ട് ചൊറിയാനൊന്നും തോന്നില്ല കേട്ടോ. അപ്പോൾ കുളിയൊക്കെ ഒന്ന് കഴിഞ്ഞ് കുറച്ചൊക്കെ ഒന്ന് ഉണങ്ങി വരുന്നുണ്ട് മുടി. ആ ഒരു സമയത്ത് ഞാൻ എടുത്തിട്ടുള്ളതാണ് കേട്ടോ ഈ വീഡിയോ. അതാ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. നമ്മൾ പ്രത്യേകിച്ചൊരു പരിചരണമൊക്കെ ഈ ഒരു വേനൽക്കാലത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കണം, വളരെ എളുപ്പമാണ്. ശരിക്കും ഇപ്പോൾ ഈ ഒരു വെക്കേഷൻ സമയത്തൊക്കെ മുടിയുള്ള കുട്ടികൾക്കൊക്കെ ശ്രദ്ധിക്കാൻ പറ്റിയൊരു സമയം കൂടിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. എല്ലാവരും ഒരു തവണ ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണേ എങ്ങനെയുണ്ടെന്നുള്ളത്. വളരെ ഈസിയാണ്, എല്ലാം വീട്ടിൽ കിട്ടുന്ന സാധനങ്ങളാണ് കേട്ടോ.